ആദ്യമായി ഞാൻ എൻ്റെ ഈശോപ്പിനോടും എൻ്റെ പരിശുദ്ധ അമ്മയോടും നന്ദി പറയുന്നു. അത്രമാത്രം ഞാൻ വിഷമിച്ചിട്ടുണ്ട് ഇവിടെ വന്നിട്ട്. ഈ ആൾത്താരയിൽ നിൽക്കാൻ വളരെയധികം കൊതിച്ചിട്ടുണ്ട്. എൻ്റെ പേര് സുമ, വീട്ടുപേര് വെളിയത്ത്, സ്ഥലം കാഞ്ഞൂർ പാറപ്പുറം, എറണാകുളം ജില്ല. 2022 ഞാനിവിടെ ഉടമ്പടി ചെയ്തത്. അതിക്ക് മുമ്പ് 2019 തുടങ്ങി. അന്ന് തൊട്ട് ഇന്ന് വരെയും ഞാൻ എൻ്റെ ഈശോപ്പിൻ്റെയും എൻ്റെ മാതാവിൻ്റെയും അടുത്തൊന്നും മാറിയിട്ടില്ല. കാരണം അത്രമാത്രം സ്നേഹിക്കുന്ന എൻ്റെ പരിശുദ്ധ അമ്മയും എൻ്റെ ഈശോപ്പിനും എന്നും എൻ്റെ കൂടെ ഉണ്ട്. അതുപോലെ തന്നെ ഓരോ അപകടങ്ങളിൽ നിന്നും അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം കാണിക്കുന്ന എൻ്റെ ഈശോപ്പിനും എൻ്റെ അമ്മയ്ക്കും കോടാനും നന്ദി പറയുന്നു. ആദ്യമായി 9 വർഷമായി എനിക്ക് കാലിൻ്റെ ഉപ്പൂറ്റി വേദന, സഹിക്കാൻ പറ്റാത്ത വേദനയാണ്. ഞാൻ എന്നും ആസ്പത്രിയിൽ പോകും, പ്രാർത്ഥിക്കും, പക്ഷെ ഒരു കുറവും ഉണ്ടായില്ല. 9 വർഷം വരെ ഞാൻ ഹോമിയോ മരുന്നും അലോപ്പതിയും ഇംഗ്ലീഷ് മരുന്നും എല്ലാം കഴിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ഞാൻ 2019 ഇവിടെ വന്നു ഉടമ്പടി എടുക്കാൻ. എൻ്റെ വീടിൻ്റെ ഉമ്മറത്ത് ഒരു പത്രം കിടക്കുന്നുണ്ടായിരുന്നു. ഞാനത് വായിച്ചു നോക്കി. വായിച്ചപ്പോൾ കൃപാസന പത്രം. എനിക്ക് ഈ സ്ഥലമൊന്നും അറിയില്ല. ഞാൻ ഈ പത്രം വായിച്ചിട്ട് ഇത് എവിടെയാണ് ഈ സ്ഥലമെന്ന് ഉടനെ തന്നെ ഫോണെടുത്ത് വിളിച്ചപ്പോൾ ഫോണൊന്നും എടുക്കണില്ല. പക്ഷെ ഞാൻ കുറേ നാൾ ആഗ്രഹിച്ചു മാതാവിൻ്റെ അടുത്ത് വരാനും മാതാവിൻ്റെ സാക്ഷിയാവാനും ഈ ഉടമ്പടി തൈലവും ഈ കാശ് രൂപമൊക്കെ എനിക്ക് കൈ കിട്ടാനും വളരെ അധികം ആഗ്രഹിച്ചവളാണ് ഞാൻ. പക്ഷെ അന്നേരം ഒന്നും എനിക്ക് നടന്നില്ല. ഒരുപാട് പൈസ എല്ലാം ഞാൻ ഉണ്ടാക്കി വയ്ക്കും, എനിക്ക് വരാൻ പറ്റണില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ ഭർത്താവും കൂടി ഒരു ദിവസം വഴക്കുണ്ടാക്കുന്നത്. വഴക്കുണ്ടാക്കി ഭയങ്കര വഴക്കായിരുന്നു. മോനും അച്ഛനോട് കൂടി എന്നെ കതകടച്ചിട്ട് ഞാൻ ഒറ്റയ്ക്കിരുന്ന സമയത്ത് എനിക്ക് മാതാവ് എൻ്റെ കൂടെയുണ്ട്. മാതാവിനെ വിളിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു ഞാൻ. മാതാവേ, ഞാൻ എന്നും ഇങ്ങനെയാണല്ലോ അമ്മേ, ഒരു ദിവസം എനിക്ക് എൻ്റെ അമ്മയുടെ അടുക്കൊന്ന് വരാൻ പറ്റുമോ? ഞാനിനി എവിടെ പോകും? ഇവരൊന്നും അറിയാതെ ഞാൻ 4 മണിയായപ്പം എൻ്റെ ഡ്രസ്സെല്ലാം എടുത്ത് 2019 ഞാനിവിടെ വന്നു. ഈ ആൾത്താരയിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഉടമ്പടി എടുക്കാനായിട്ട് അങ്ങ് അവിടെയാണ് ഉടമ്പടി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എനിക്കറിയില്ല ഉടമ്പടി എങ്ങനെ എടുക്കണം, ഏത് രീതിയിൽ ചെയ്യണം എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഇവിടെ വന്നെന്ന് ഒരുപാട് കരഞ്ഞേച്ച് ഞാൻ അവിടെ പോയി നിന്ന് എനിക്ക് ഉടമ്പടി പത്രം എല്ലാം കിട്ടി കഴിഞ്ഞപ്പോൾ എനിക്കിത് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഞാൻ അവിടെ നിന്നേച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കൽ തുടങ്ങി. എല്ലാവരും എഴുതുന്നുണ്ട്. അപ്പം ഞാൻ എഴുതാനായിട്ട് ഒരു പേനയൊക്കെ ചോദിച്ചു ഓരോരുത്തരോട്. അപ്പം അടുത്ത് നിന്ന് ആൾ ചോദിച്ചു, മോളെ നീ ഹിന്ദു ആണെന്ന് ചോദിച്ചു. ഞാൻ അതേന്ന് പറഞ്ഞു. ഉടനെ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് ആ പത്രം എല്ലാം വാങ്ങിച്ചെടുത്തേച്ച് പറഞ്ഞു, ഇവിടെ വന്നേന്ന് മാതാവിനോട് പറഞ്ഞാൽ മതി, എല്ലാം ശരിയായിക്കോളും, പ്രാർത്ഥിച്ചിട്ട് പൊക്കോളാൻ പറഞ്ഞു. ഞാനിവിടെ വന്ന് അവിടെ ഒരു ബ്രദർ ഇരിപ്പുണ്ടായിരുന്നു. ആ ബ്രദറിനോട് എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞ് സങ്കടപ്പെട്ടു. അപ്പം ഞാൻ ബ്രദറിനോട് പറഞ്ഞു, എനിക്കൊരു കാശ് രൂപവും ഒരു ഉടമ്പടി തൈലം തരാമോ എന്ന് ചോദിച്ചു. ആ പറഞ്ഞ് ഉടമ്പടി എടുക്കാതെ ആർക്കും ഒന്നും കൊടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഉടമ്പടി എടുക്കണം. പക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ ഉടമ്പടി ഇല്ല, ഉടമ്പടി എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ വേഗം അവിടെ നിന്ന് പ്രാർത്ഥിച്ച് ഈ നിത്യാരാധന സ്ഥലത്ത് നിന്ന് ഞാൻ പ്രാർത്ഥിച്ചു, ഈശോയെ ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഞാനിവിടെ വന്നത് പോലും എനിക്കറിയില്ല. അത്രമാത്രം ഞാൻ വിഷമിച്ച് ഈ സ്ഥലമൊക്കെ ഒന്ന് കാണാനും ഈ ബസ്സിലിരിക്കുമ്പോൾ തന്നെ എനിക്ക് ആദ്യമാണ് എവിടെ എത്തും, ഞാൻ എങ്ങനെ ചെല്ലും മാതാവിൻ്റെ അടുത്ത്. പക്ഷെ ഞാൻ ഈ കൃപാസനം ഒന്ന് ആദ്യമായിട്ട് കാണുന്നതാണ്. ഞാനിവിടെ ഇറങ്ങിയിട്ട് ഇവിടെ വന്ന് നിന്നിട്ട് എൻ്റെ ബാഗൊക്കെ ഞാൻ അവിടെ വെച്ചിട്ട് ഇവിടെ വന്നിട്ട് ഞാൻ ആ ബ്രദറിനോട് പറഞ്ഞു, ബ്രദറെ ഞാൻ ഇങ്ങനെ വന്നതാണ്, എൻ്റെ കയ്യിൽ മാതാവിൻ്റെ രൂപമൊക്കെ ഉണ്ട്. എനിക്ക് മാതാവിനെ ഭയങ്കര ഭക്തിയോടുകൂടി നോക്കുന്ന ആളാണ് ഞാൻ. എപ്പോഴും മാതാവിനോടെ പ്രാർത്ഥിക്കുള്ളൂ. അതുകൊണ്ട് എനിക്ക് എപ്പോഴും മാതാവ് കൂടെയുണ്ട്. ഞാൻ അങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ച്, എൻ്റെ മാതാവേ, ഞാൻ ഇത്രമാത്രം ആഗ്രഹിച്ച് വന്നിട്ട് എനിക്ക് ഉടമ്പടി ഒന്നും എടുക്കാൻ പറ്റിയില്ലല്ലോ എന്ന്. പക്ഷേ മാതാവിനെ അന്ന് ഇതുപോലെയല്ല വെച്ചിരിക്കുന്നത്, വെറുതെ വെച്ചിരിക്കാം. ഞാൻ മാതാവിനെ തൊട്ട് പ്രാർത്ഥിച്ച് ഇവിടുന്ന് എനിക്ക് 2 തിരിയൊക്കെ തന്നു. പിന്നെ ഉടമ്പടി തൈലം എന്ന് പറഞ്ഞൊരു കുഞ്ഞു കുപ്പിയിൽ ആ ബ്രദർ എടുത്ത് തന്നേച്ച് പറഞ്ഞ്,
ഇത് തൊട്ടേച്ച് പ്രാർത്ഥിച്ചോ, എല്ലാ കാര്യങ്ങളും നേരെയാവുമെന്ന് പറഞ്ഞു. ഞാനങ്ങനെ ആ ഉടമ്പടി തൈലം അന്ന് മാത്രമേ ഒന്ന് തൊട്ടിട്ടുള്ളൂ. പക്ഷെ ഞാനിത് എവിടെ കൊണ്ട് വെച്ചെന്നോ ആ കുപ്പി എവിടെയാണെന്നോ എനിക്ക് ഒരു പിടുത്തമില്ല, അത് കിട്ടിയില്ല. ലാസ്റ്റ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ഉടമ്പടി തൈലം എവിടെ പോയെന്ന് അറിയില്ല, അത് പോയ വല്ല ദോഷമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഞാൻ പിന്നെ എല്ലാ മാസവും ഇവിടെ വരും, എല്ലാ മാസവും വന്ന് അച്ഛൻ്റെ ധ്യാനം കൂടും, ഭക്തിയോടുകൂടി ഇരുന്ന് ശ്രദ്ധിക്കും. അതുപോലെ ഞാൻ എല്ലാം ചെയ്യാൻ തുടങ്ങി. ഞാൻ ഉടമ്പടി എടുത്തില്ല. എല്ലാ മാസവും ഞാൻ പാവപ്പെട്ടവരെ സഹായിക്കാനും ആസ്പത്രികളിൽ പോയി രോഗികളെ കാണാനും അതുപോലെ പത്രം എല്ലാ മാസവും ഞാൻ 3 കെട്ട് പത്രം എടുത്തുകൊണ്ട് പോകും. ഒരു പത്രമൊന്നും ഞാൻ എടുക്കില്ല, എനിക്കിഷ്ടമല്ല. മാതാവിൻ്റെ എടുക്കൊണ്ട് ഞാൻ ചോദിക്കും, മാതാവ് എത്ര കെട്ട് എടുക്കണം, ഞാൻ 3 കെട്ട് എടുത്തോട്ടെ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്ന് ചോദിക്കും, മാതാവ് എൻ്റെ കൂടെ വരണം കേട്ടോ, ഇന്ന് ഞാൻ 3 പത്രം എടുത്തുകൊണ്ട് പോയിക്കണേ. ഇതെല്ലാവരും കൊടുക്കുക, എല്ലാവർക്കും അവർ സ്നേഹത്തോടെ മേടിച്ച് വായിക്കണം, വേണ്ടാന്ന് ആരും പറയരുതെന്ന്. അങ്ങനെ ഞാൻ എല്ലാവർക്കും പത്രങ്ങളും കാശുരൂപവും എല്ലാം ഞാൻ കൊണ്ടു കൊടുക്കും. പക്ഷേ എനിക്കൊരു കാര്യം കിട്ടി, ഞാനിവിടെ പ്രാർത്ഥിക്കാൻ കൂടെ വരുമ്പോൾ എൻ്റെ കൂടെ വേറെ ആൾക്കാരുണ്ടാവും. ഇപ്പം എൻ്റെ സങ്കടങ്ങൾ കണ്ടിട്ട് അവരെനിക്ക് ഉടമ്പടി തൈലം തരും, തിരി തരും, എല്ലാം ഞാൻ ഭക്തിയോടുകൂടി നിന്ന് പ്രാർത്ഥിച്ച് എല്ലാ മാതാവിൻ്റെ കാര്യങ്ങൾ കറക്റ്റായിട്ട് ഞാൻ ചെയ്യും. വെളുപ്പിന് എഴുന്നേക്കും, ഉടമ്പടി എടുത്തില്ലെങ്കിലും വെളുപ്പിന് എഴുന്നേറ്റ് 4:30 ആകുമ്പോഴത്തേനും എൻ്റെ കുളിയെല്ലാം കഴിഞ്ഞ് ഞാൻ തിരിയെല്ലാം കത്തിച്ചതിന് ശേഷം പിന്നെ എന്ത് ചെയ്യാറുള്ളൂ. പിന്നെ എൻ്റെ ഉടമ്പടി തിരി തീർന്നു പോയി. അപ്പോഴും എനിക്ക് സങ്കടമായി. അന്നേരം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ പുറത്തുനിന്നുള്ള തിരിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടാവും, ഞാൻ അതെല്ലാം കൂട്ടി വെച്ചിട്ട് തിരി പോലെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ കത്തിച്ചാണ് ഞാൻ എന്നും ഉടമ്പടി പ്രാർത്ഥന ചെല്ലണത്. ഞാൻ ഇവിടുന്ന് ഉടമ്പടി പ്രാർത്ഥനയുടെ ബുക്കെല്ലാം വാങ്ങിച്ചുകൊണ്ട് പോണേ. പക്ഷെ ബൈബിൾ എന്താണെന്ന് എനിക്കറിയില്ല, ഞാൻ ബൈബിളൊന്നും വായിക്കലുണ്ടായില്ല. എനിക്ക് ബൈബിളൊക്കെ ഉണ്ട് എൻ്റെ കയ്യിൽ, പക്ഷെ ഞാൻ തൊടാറില്ല. അങ്ങനെ ഞാൻ ഉടമ്പടി 2019 2020 ആയപ്പോഴത്തേനും എനിക്ക് കൊറോണ വന്നു. കൊറോണ വന്നത് ഞങ്ങൾ കോട്ടയത്ത് മോളെ കെട്ടിച്ചാണ് സ്ഥലമാണ്, അവിടെ വെച്ച് ഞങ്ങൾക്ക് കൊറോണ വന്നു, എനിക്കും മോനും. അവിടെ നിന്ന് തിരിച്ച് വന്നപ്പോൾ മണികണ്ഠൻ നായരുടെ വാർത്തയിൽ വരെയും ഈ അമ്മേൻ്റെയും മോൻ്റെയും കൊറോണയുടെ കാര്യത്തെ പറ്റിയാണ് കേട്ടത്. കോട്ടയം സമ്പർക്കം, അമ്മയ്ക്കും മോനും കൊറോണ. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കാരണം എന്താ വെച്ചാൽ എൻ്റെ മാതാവേ എന്നെ ആംബുലൻസിലൊന്ന് കൊണ്ടുപോകണം, എനിക്ക് പേടിയാണ് കേട്ടോ, 108 എന്നെ കൊണ്ടുപോകരുത്. പക്ഷെ അമ്മ പറയും, നീ പേടിക്കണ്ട, ഞാൻ നിൻ്റെ കൂടെ അല്ലേ, നീ എന്തിനാ ഭയപ്പെടണേ എന്ന് ചോദിക്കും. അങ്ങനെ വൈകുന്നേരമായി 6 മണിയായപ്പോൾ ഞങ്ങൾക്ക് കോള് വന്നു, വണ്ടി വന്നിട്ടുണ്ട്, നിങ്ങൾ കയറിക്കോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, മാതാവ് 108 ആണോ വന്നിരിക്കുന്നതെന്ന് ചോദിച്ചു. അങ്ങനെ ചെന്ന് നോക്കുമ്പോൾ ഒരു ഓട്ടോറിക്ഷയിൽ കയറി നല്ല ഭംഗിയായിട്ട് വന്നു. അങ്കമാലിയിൽ ചെന്നപ്പോൾ അവിടെ അവർ പറഞ്ഞു, അമ്മയ്ക്കും മോന് വേറെ സ്ഥലം. അപ്പോഴും എനിക്ക് പേടിയായി, മാതാവേ ഞങ്ങൾ 2 വേറെ സ്ഥലത്താണ് ആക്കാൻ പോണേ, ഈ അങ്കമാലിയിൽ ഞാൻ ഒറ്റയ്ക്ക് കഴിയണമല്ലോ മാതാവ്, എനിക്ക് ആകെ പേടിയാണ്. അപ്പോൾ തന്നെ ആ വേറൊരാൾ വന്നിച്ച് പറഞ്ഞു, നിങ്ങൾ കളമശ്ശേരിയിലേക്ക് വിട്ടോളാൻ പറഞ്ഞു. അങ്ങനെ കളമശ്ശേരി പോയി. കളമശ്ശേരിയിൽ ചെന്ന് നിന്ന് അപ്പം ഞങ്ങളോട് പറഞ്ഞു കൊറോണ ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ടെസ്റ്റ് ചെയ്തു. പിന്നെ ഞാൻ പറഞ്ഞു, എൻ്റെ മോനെ ഒരു മുറിയിൽ കിടത്തണം, കാരണം എനിക്ക് പേടിയാണെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ചിരിച്ചു. പിന്നെ ഇത്തിരി നേരം കഴിഞ്ഞ് ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങൾക്കൊരു നല്ല മുറി തന്നു, 2 കട്ടിൽ, 2 അളമാരി, നല്ലൊരു സൂപ്പർ മുറിയായിരുന്നു. അവിടെ ഞാനും എൻ്റെ മോനും 10-12 ദിവസം കഴിഞ്ഞു. 12 ദിവസം കഴിഞ്ഞ് 13ാമത്തെ ദിവസം എനിക്കൊരു നെഞ്ചിൽ വേദന വന്നു. ആ നെഞ്ചിൽ വേദന വന്നിട്ട് എനിക്ക് പറയാൻ പറ്റാത്ത വേദന. പിന്നെ മോനോട് മാത്രമല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു, എൻ്റെ മാതാവേ എന്തൊരു നെഞ്ചിൽ വേദന എന്ന് പറഞ്ഞാൽ കാശുരൂപം ഞാൻ നെഞ്ചത്ത് പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നതും ആ നെഞ്ചിൽ വേദന ഏതിലെ പോയെന്ന് എനിക്കറിയില്ല. പെട്ടെന്ന് എൻ്റെ നെഞ്ചിൽ വേദന എല്ലാം മാറി. പിറ്റേ ദിവസം 12ാം ദിവസം എനിക്ക് കൊറോണ ടെസ്റ്റ് ചെയ്തു. അന്നേരം അവിടെ ടെസ്റ്റ് ചെയ്തപ്പോൾ പറഞ്ഞു, ഇന്നത്തേക്കും കൂടി ഇവിടെ കിടക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എന്ത് പറ്റിയെന്ന് വെച്ചപ്പോൾ ടെൻഷനും കൊണ്ട് കൊറോണ കുറഞ്ഞിട്ടില്ല, ഒരു ദിവസം കൂടി കിടക്കണമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, അപ്പം ഞാൻ ഉപ്പൂറ്റി വേദനയുടെ കാര്യമായിട്ടാണ് വന്നത്, പക്ഷെ മാതാവിനോടുള്ള സ്നേഹം കൊണ്ട് ഇത് പറഞ്ഞതാണ്. ഇത് പറയണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാണ്. പിന്നെ എനിക്ക് ഉപ്പൂറ്റി വേദനയായിരുന്നു, 9 വർഷമായിട്ട് ഉപ്പൂറ്റി വേദന. ആ ഉപ്പൂറ്റി വേദന ഇപ്പം മാറിക്കിട്ടി. പിന്നെ മൈഗ്രെയിൻ്റെ തലവേദന 30 വർഷമായിട്ട് തുടങ്ങിയതായിരുന്നു, അതും എനിക്ക് മാറിക്കിട്ടിയിട്ടുണ്ട്. പിന്നെ എൻ്റെ മോൾക്ക് നഴ്സിംഗ് പഠിച്ചതാണ് അവൾ പഠിച്ചിട്ട് 9 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഞാൻ മാതാവിനോട് ഇവിടെ ഈ ആൾത്താരയിൽ നിന്ന് പറഞ്ഞു, മാതാവേ എത്ര കഷ്ടപ്പെട്ട് പഠിപ്പിച്ചത് അമ്മ എൻ്റെ മോളെ ഒരു നല്ലൊരു നഴ്സായിട്ട് എനിക്ക് കാണാൻ പറ്റില്ല അമ്മയെന്ന് ചോദിച്ചു. അങ്ങനെ പറഞ്ഞു, ഞാനിവിടെ പ്രാർത്ഥിച്ചു, എന്നും വന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ പറഞ്ഞപ്പോൾ ഉണ്ട് മോൾ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മേ മൂവാറ്റുപുഴയിൽ നിന്ന് ഒരു കൂട്ടുകാരി എന്നെ വിളിച്ചിട്ടുണ്ട്,
ഞാൻ അവിടെ പോയി ഒരു ഇൻ്റർവ്യൂവിന് പാസ്സാവുകയാണെങ്കിൽ ജോലി കിട്ടുമെന്നാണ് പറഞ്ഞേക്കണം, ഞാൻ ഒന്ന് പോട്ടെ എന്ന് ചോദിച്ചു. കൊച്ചുങ്ങളെ അമ്മ നോക്കിക്കോളാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നോക്കിക്കോളാം, നീ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ അവൾ വീട്ടിൽ വന്നപ്പോൾ ഞാൻ എൻ്റെ അമ്മയുടെ കാശ് രൂപം കൊടുത്തു, ഉടമ്പടി തൈലം നെറ്റിക്ക് പെരട്ടി കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, നീ പൊയ്ക്കോ, ധൈര്യമായിട്ട് പൊയ്ക്കോ, നീ എല്ലാത്തിലും പാസ്സാവും, നിനക്ക് ജോലിയും കിട്ടും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അവിടെ സംഭവിച്ചു, ജോലിയും കിട്ടി, അവൾ പാസ്സാവുകയും ചെയ്ത്. ഇപ്പോൾ 1 വർഷമായി, ഈ ജനുവരി വരുമ്പോൾ 1 വർഷമാവും അവിടെ. ജോലിയും കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ 1 വർഷത്തെ ട്രെയിനിങ്ങിൻ്റെ ഇതെല്ലാം കിട്ടും. അങ്ങനെ എൻ്റെ മോൾക്ക് ജോലിയായി. പിന്നെ രണ്ടാമത്തേത് എൻ്റെ മോനൊരു ജോലിയില്ലാതെ തുണിക്കടയിൽ നിൽക്കായിരുന്നു. അപ്പം ഞാനിങ്ങനെ മാതാവിനോട് എപ്പോഴും പ്രാർത്ഥിക്കാം, അമ്മ എന്നീ തുണിക്കടയിൽ നിന്നാലും എങ്ങനെയാണ് അമ്മേ, എൻ്റെ മോനൊരു ജോലി ശരിയാക്കി കൊടുക്കണം. പിന്നെ അതിനെല്ലാം 10ാം ക്ലാസ് പാസ്സായിട്ടില്ല, അതുകൊണ്ട് അമ്മ +2 പാസ്സാക്കി കൊടുക്കണേന്ന് അങ്ങനെ ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചു. എൻ്റെ മോൻ +2 പാസ്സായി. പിന്നെ ജോലി ഒന്ന് ശരിയായി കഴിഞ്ഞപ്പോൾ ശമ്പളമൊന്നും കൊടുക്കണില്ല. വീണ്ടും അമ്മയുടെ അടുക്ക് വന്ന് ഞാൻ പറയും. അങ്ങനെ പറഞ്ഞ് അമ്മ ഇപ്പം ഷാർജയിൽ എത്തിച്ചിട്ടുണ്ട് ആളെ, ഷാർജയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ ഒരു കാര്യം വെച്ചത് എൻ്റെ അമ്മയോട്, അമ്മ എൻ്റെ വീടൊന്ന് പുതുക്കി പണിയണം, പകുതി ഷീറ്റ്, പകുതി ഓട്, പകുതി വാർക്ക, അങ്ങനെ കിടക്കാണ്. ഇപ്പം ഈ ഓട് വെച്ച സ്ഥലം മൊത്തം ചോരണതാണ്, ഒരു കഴക്കോല് പോലും ഇല്ല. എൻ്റെ കയ്യിലാണെങ്കിൽ 10 പൈസ എടുക്കാനില്ല, കാരണം ഈ ഓടൊക്കെ പൊളിച്ച് വേണി നല്ല കാശ് വേണം. അങ്ങനെ ഞാൻ വിഷമിച്ചിരിക്കുകയാണ്. എല്ലാ വീടുകളും നല്ല വീടൊക്കെയാണ്, പക്ഷേ എനിക്കങ്ങനെ അസൂയ കുശുമ്പോൾ ഒന്നുമില്ല. എനിക്കുള്ളതും കൊണ്ട് ഞാൻ തൃപ്തിപ്പെടുന്ന ആളാണ്. അങ്ങനെ ഒരു അലക്കല്ല് പോലും എനിക്കില്ല എന്നുള്ളതായിരുന്നു. പക്ഷെ ഉടമ്പടി ചെയ്തപ്പോൾ ആദ്യം എനിക്ക് തന്നത് അമ്മ അലക്കല്ല് കിട്ടിയ ഉടനെ തന്നെ മോൻ വാഷിംഗ് മെഷീൻ മേടിച്ചു തന്നു. അതെ, അങ്ങനെ ഈ വീടിൻ്റെ പണി എനിക്ക് വീട് പൂർത്തിയാക്കാനൊന്നും പറ്റാണ്ടായപ്പോൾ പെട്ടെന്ന് എൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരികയാണ്, 1 ലക്ഷം രൂപ ഓഫർ. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐഡൻറ്റിറ്റി കാർഡും ആധാർ കാർഡും പിന്നെ പാൻ കാർഡും ഉണ്ടെങ്കിൽ 1 ലക്ഷം രൂപ കിട്ടും. അത് എടുക്കാൻ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നിന്നാണ് വന്നേക്കണത്. ഞാൻ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ചെന്നപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു, ചേച്ചി അടുത്ത പ്രാവശ്യം ശരിയാവും, ഈ പ്രാവശ്യം ഇനി ഇല്ലയെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് ഇത് കിട്ടാറുണ്ടെങ്കിൽ എനിക്കൊരു വീട് ശരിയാക്കാറുണ്ടല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ നീ ശ്രമിച്ചേക്കോ, നിനക്ക് ശരിയായി കിട്ടുന്ന അമ്മ അങ്ങനെ മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനങ്ങനെ വീണ്ടും സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ പോയി അന്വേഷിച്ചു പറഞ്ഞ് പാൻ കാർഡ് എടുത്തോന്ന് ചോദിച്ചു. എടുത്തില്ല എന്ന് പറഞ്ഞു. വേഗം ശരിയാക്കാൻ പറഞ്ഞു. ഞാനങ്ങനെ പാൻ കാർഡിനുള്ളത് കൊടുത്തു. 1 മാസം കഴിഞ്ഞപ്പോൾ പാൻ കാർഡിന് ശരിയായി കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് ആധാർ കാർഡിൻ്റെ എന്തോ പ്രശ്നം. അപ്പോൾ എന്നോട് പറഞ്ഞു 2 ആൾ വേണം അയൽവക്കത്തുള്ളത്, അതിന് 2 ആളെ വിളിക്കണം, ആ ആളെ വിളിച്ചിട്ട് ഇവിടെ വരാൻ പറഞ്ഞു. ഞാൻ നേരെ പോയത് എങ്ങനെയാണ്, ഈ ആധാരമൊക്കെ എഴുതുന്ന ആളുടെ അടുത്തേക്കാണ് പോയാൽ. അത് എഴുതിച്ച് കഴിഞ്ഞുകൊണ്ട് വില്ലേജ് ഓഫീസറുടെ അടുത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. അവിടെ ചെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ശരിയായിട്ട് പൊക്കോളാൻ പറഞ്ഞു. ഞാൻ അക്ഷയയിൽ ചെന്നപ്പോൾ ആൾ ചോദിച്ചു, ചേച്ചിയോട് ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞത്, പിന്നെ എന്തിനു ചേച്ചി അങ്ങോട്ട് പോയെന്ന് ചോദിച്ചു. എന്നെ 12 മണി 1 മണി വരെ അവിടെ നിർത്തി. ഞാൻ ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. അവിടെ നിന്ന് മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എല്ലാവരും പോയി. ലാസ്റ്റാണ് 1 മണിയായപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, ചേച്ചി പോയില്ലേ? ഇല്ല പോയില്ല, എന്നാൽ വേഗം പോക്കോ, ഇപ്പം വില്ലേജ് ഓഫീസർ പോയിട്ടുണ്ടാവും, ചേച്ചി ഇതുകൊണ്ട് കാണിക്കുന്നു പറഞ്ഞു. ഒപ്പിട്ട് തന്ന് ഞാൻ കൊണ്ടുചെന്നു. അവിടെ ചെന്നപ്പോൾ സാറ് പറയാണ്, ഞാനത് അയച്ചിട്ടുണ്ടല്ലോ, എല്ലാം ശരിയായിട്ടുണ്ടെന്ന് പറയാണ്. ഞാൻ ഇവിടെ വന്നപ്പോൾ അക്ഷയയിലെ സാറ് പറയാണ്, അയ്യോ ഇതെങ്ങനെ ശരിയായി, ചേച്ചി അവിടെ പോലെ എത്തിയില്ലല്ലോ, അതിക്കൊന്നും ഇവിടെ ശരിയാക്കിയിട്ടുണ്ടല്ലോ എന്ന്. അങ്ങനെ ഒരു അത്ഭുതം ഉണ്ടായി എനിക്ക്. പിന്നെ പിടിയിൽ നിന്ന് എനിക്ക് 1 ലക്ഷം രൂപ പാസ്സായി കിട്ടി. ഞാൻ പെട്ടെന്ന് തന്നെ എൻ്റെ പണി, ഒരു ബാത്റൂമും പിന്നെ ഒരു മുറിയും അത് പണിയാൻ പറ്റി. ആ 1 ലക്ഷം രൂപയും കൊണ്ട് തന്നെ എനിക്കത് വാർത്തെടുക്കാൻ പറ്റി. വേറെ പണിയൊന്നും കഴിച്ചിട്ടില്ല, വാർത്തിട്ടു. പിന്നെ അതിൻ്റെ ബാക്കി ബാലൻസ് കിടക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ ഓടാണെങ്കിൽ പൊളിക്കണം. ഓട് പൊളിച്ച് കഴിഞ്ഞപ്പം എനിക്ക് ഭയങ്കര സങ്കടം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇതും ഈ വാർക്കണ്ട, എന്നാലും ഇതെങ്ങനെ ഷീറ്റ് മേയാന്ന് വിചാരിച്ച് ഷീറ്റ് മേയാൻ പോയുമ്പോൾ ഞാൻ ചേട്ടനോട് എൻ്റെ ചേട്ടാ ഇച്ചിരിയും കൂടി അല്ലേ ഉള്ളൂ, ഇതങ്ങോട്ട് വാർത്തകളാന്ന് പറഞ്ഞു. പിന്നെ കാശ് എവിടെയെന്ന് ചോദിച്ചു. കാശൊന്നുമില്ല, അത് മാതാവ് തരും എനിക്ക്, ഒക്കെ ശരിയാവും ചേട്ടാ, ഇതന്നെ നല്ല വിശ്വാസത്തോടു കൂടി തന്നെ ഞാൻ ഇരിക്കുകയാണ്, ഇത് മാതാവ് ശരിയാക്കുമെന്ന്. അങ്ങനെ അത് പൊളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പുള്ളി പറയാ, ഇനി ഇത് ഷീറ്റ് തന്നെ മേഞ്ഞാൽ മതി, അല്ലാതെ ഇത് നടക്കൂല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ മാതാവിനോട് ഇങ്ങനെ ഉള്ളൊരുക്കൊണ്ടിരുന്നു, മാതാവേ ഇത് ഷീറ്റ് വയ്ക്കാൻ പോകണോ, ഇനി ഇത് എന്നാ ഇത് വാർത്ത കിട്ടണേ. അങ്ങനെ പറഞ്ഞു. പണിക്കാരെല്ലാവരും വന്നേച്ച് പറഞ്ഞു, എൻ്റെ ശശിയേട്ടാ ഇത് ഓട് വെക്കേണ്ട, ഷീറ്റ് വേണ്ട, ഇത് ഇത്തിരി കൂടി അല്ലേ ഉള്ളൂ, വാർക്കാൻ പറഞ്ഞു. അങ്ങനെ അത് അവിടെ ഇട്ടേക്കാണ്. എനിക്ക് നല്ല ഉറപ്പുണ്ട് എൻ്റെ മാതാവ് എനിക്ക് അതും വാർത്ത് തരും എന്നുള്ളത് നല്ല ഉറപ്പുണ്ട്. ഞാൻ തുറന്നിട്ടേക്കപ്പം ഇന്നലെയൊക്കെ മഴ പെയ്ത് വെള്ളമൊക്കെ വീണ്, എന്നാലും എനിക്കൊരു ഭയം തോന്നിയില്ല.
മാതാവ് അത് ശരിയാക്കി തരും. എനിക്ക് നല്ല ഉറപ്പാണ്. ഇത്രയെല്ലാം ചെയ്തു തന്നില്ലേ, ആ മാതാവ് എല്ലാം ചെയ്യുന്നുള്ള നല്ല വിശ്വാസം എനിക്കുണ്ട്. പിന്നെ ഞാൻ പച്ചത്തിരി കത്തിച്ചു. ഈ തവണ 6ാമത്തെ ഉടമ്പടിയാണ് എന്നെ പുതുക്കിയത്. അത് പുതുക്കിയപ്പം എനിക്ക് പച്ചത്തിരി കത്തിച്ചപ്പം എൻ്റെ കയ്യിൽ നിന്ന് ഒഴുകി വന്നപ്പം കൈ പൊള്ളുമ്പോൾ ഞാൻ മാതാവിനോട് പറയും, മാതാവേ എൻ്റെ കൈ പൊള്ളിയാലും ഇതെനിക്ക് അനുഗ്രഹമായി മാറണം കേട്ടോ എന്ന് ഞാൻ എപ്പോഴും പറയും. കൈ പൊള്ളിയ ഒന്നും വിചാരിക്കാറില്ല, അയ്യോ എൻ്റെ കൈ പൊള്ളിയില്ലോ, അയ്യോ ഇതെന്ത് ചെയ്യും, അങ്ങനെയൊന്നും ഞാൻ വിചാരിക്കില്ല. മാതാവിനോട് പറയും, മാതാവേ എൻ്റെ കൈ പൊള്ളിയതൊന്നും എനിക്കിത് അനുഗ്രഹമാക്കി മാറ്റി തന്നുവെന്ന് പറഞ്ഞു. അങ്ങനെ ഈ 2-3 ദിവസം മുമ്പ് എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒഴുകി ഇങ്ങനെ വന്നിട്ട് മാതാവിൻ്റെ രൂപമായിട്ട് നിന്നു. എനിക്കത് ഭയങ്കര സന്തോഷം, സങ്കടം എല്ലാം കൂടി വന്ന് ഞാൻ ഇവിടെയുള്ള എല്ലാവരെയും കാണിച്ചു കൊടുത്തു. എല്ലാവരും ഫോണിൽ കൂടിയും ഒക്കെ എടുത്തിട്ടുണ്ട് അത്. പിന്നെ എൻ്റെ ഫോണിൽ ഞാൻ എടുത്തു. അങ്ങനെ അതൊരു അത്ഭുതം. പിന്നെ എനിക്ക് ജപമാല തന്നിട്ടുണ്ട് മാതാവ്. ഇതാണ് ആൽത്താരയിൽ വെച്ച് വന്ന ജപമാല. ഇതെനിക്ക് എൻ്റെ മാതാവ് തന്നതാ. ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വന്നപ്പോൾ എനിക്ക് ഉറക്കം വന്നു. മാതാവേ ഏത് ജപമാല ചൊല്ലിയാലും എനിക്ക് ഉറക്കം വരുന്നു, അതുകൊണ്ട് എൻ്റെ ഉറക്കം മാറ്റി തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ തൊണ്ടയ്ക്കകത്ത് ഇങ്ങനെ ഒരു മുഴ പോലെ ഇങ്ങനെ മുഴച്ച് വന്ന് എനിക്ക് തൊണ്ട പൊട്ടുന്ന പോലെ ഞാൻ പ്രാർത്ഥിച്ചത്. ആ പ്രാർത്ഥിച്ച സമയത്ത് സെക്കൻഡ് നേരമുണ്ട് ഒരു 19 വയസ്സായ ഒരു പയ്യൻ വന്നിട്ട് എൻ്റെ പുറത്തിനിട്ട് ഒരു തോണ്ടി. അപ്പോൾ ഇവിടെ ആൾക്കാരൊക്കെ തിങ്ങി നിൽക്കുക. അപ്പം ഞാൻ വിചാരിച്ച സ്ഥലമില്ലാഞ്ഞിട്ട് എന്നെ തോണ്ടണയായിരിക്കുമെന്ന്. ഞാൻ വേഗം ഇങ്ങോട്ട് നീങ്ങിന്നു. വീണ്ടും 2ാമത് ഒരു തോണ്ടി തോണ്ടി, അപ്പോഴും നീങ്ങിന്നു. 3ാമത് തോണ്ടി. ഇപ്പം ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഈ ജപമാല എൻ്റെ കയ്യിൽ വെച്ചിട്ട് അപ്പം ഒന്നും മിണ്ടിയില്ല, അങ്ങോട്ട് പോയി. അപ്പം ഞാൻ പറഞ്ഞു, അയ്യോ ഇത് ആരുടെയെങ്കിലും താഴെ പോയത് തന്നതായിരിക്കും എന്ന് ആദ്യം വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചത് മാതാവിൻ്റെ ജപമാലയായിരിക്കും ഇത്. കാരണം ഞാൻ ജപമാലയെ പറ്റിയാണല്ലോ സംസാരിച്ചത്. അപ്പം മാതാവ് തന്നേക്കണെയാന്ന് ഉറപ്പിച്ചു ഞാൻ. അങ്ങനെ ഞാൻ ഇവിടെ പലരോടും പറഞ്ഞു ഇങ്ങനെ ജപമാല എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന്. അങ്ങനെ ഞാൻ വീട്ടിൽ പോയി അവിടെ ചെന്ന് എല്ലാവരോടും ഞാൻ പറഞ്ഞു എനിക്ക് ജപമാല തന്നു മാതാവ് തന്ന ജപമാലയെന്ന് പറഞ്ഞാൽ എല്ലാവരും തൊട്ട് പ്രാർത്ഥിക്കുകയും സുമ നിനക്ക് നല്ല അനുഗ്രഹം ഉണ്ടടി മാതാവിൻ്റെ എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ ആ ജപമാല ഇന്നും എൻ്റെ കയ്യിലിരിക്കുകയാണ്. 1.5 വർഷമായി ജപമാല എൻ്റെ കൈ കിട്ടിയിട്ട്. നല്ല സുഗന്ധമാണ്. വിശ്വാസ പ്രമാണം ചെല്ലിയാൽ മതി, അപ്പം വരും നല്ല സുഗന്ധം. അതുപോലെ എല്ലാവർക്കും ഇവിടെ വന്നാണ് മിക്കവർക്കും ഞാൻ കൊടുത്തിട്ടുണ്ട് ഈ ജപമാല പ്രാർത്ഥിക്കാനായിട്ട്. പിന്നെ ഞാൻ ഈ ജപമാല ഇങ്ങോട്ട് ബസ്സിൽ കയറിയപ്പോൾ ഒരു കൊച്ചിന്, അത് ക്രിസ്ത്യാനി കൊച്ചാണ്, ആ കൊച്ചിന് മാതാവിനെ ഇഷ്ടമല്ല. അപ്പം ഞാൻ പറഞ്ഞു, മോളെ നിനക്കെന്താ മാതാവിനെ ഇഷ്ടമല്ലാത്തതെന്ന് ചോദിച്ചു. ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാറില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, നീ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും, വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞു, നിനക്ക് ഈ മാതാവിൻ്റെ സുഗന്ധം കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ അവൾ കുറേ മടിച്ചു. പിന്നെ പത്രം കൊടുത്തിട്ടും വാങ്ങിച്ചില്ല, അതെൻ്റെ വീട്ടിൽ വരും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവളുടെ പുറകെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഇവൾ പറഞ്ഞു, എന്നാൽ ശരി ചേച്ചി ആ ജപമാല ഇങ്ങോട്ട് താട്ടേന്ന് പറഞ്ഞു. അങ്ങനെ ഇവൾക്ക് ആ ജപമാല ഞാൻ കയ്യിലേക്ക് കൊടുത്തു. ഇവൾ വിശ്വാസ പ്രമാണം ചൊല്ലി. മാതാവിനെ ഇഷ്ടമില്ലാത്ത ആളാണ്. വിശ്വാസ പ്രമാണം ചൊല്ലി. മാതാവിനെ വിശ്വാസ പ്രമാണമാണ് ചൊല്ലിയോടുകൂടി എനിക്ക് വരം കിട്ടിയെന്നുള്ളതാണ് ഈ മാതാവിൻ്റെ സുഗന്ധ ജപമാലയെന്ന്. അങ്ങനെ അവൾക്ക് വിശ്വാസം വന്നു. പിന്നെ എനിക്കൊരു ഷേർലി എന്ന് പറഞ്ഞ ഒരാളെ കിട്ടി. ആ ആൾക്ക് മാതാവിനെ കണ്ടുകൂടാ. പുള്ളിക്കാരത്തിൻ്റെ മോള് ഹിന്ദുവായിട്ടാണ് കല്യാണം കഴിച്ചിട്ടുണ്ട്. പിന്നെ ഒരു മോള് ഒരു മുസ്ലിം ചെറുക്കനായിട്ട് സ്നേഹിച്ചിരിക്കുകയാണ്. പിന്നെ മോനുള്ളത് മാനസിക രോഗിയാണ്. അപ്പം ഞാൻ പറഞ്ഞു, നീ എന്തിയാ പള്ളിയിൽ പോകാത്തേ? നീ ക്രിസ്ത്യാനിയല്ലേ, ഞാൻ ഹിന്ദുവാണ്, നീ എന്താ പള്ളിയിൽ പോകാത്തേ? നീ കുമ്പസാരിക്കും കുർബാന കൈക്കൊള്ളുന്ന ആളല്ലേ, നീ എൻ്റെ കൂടെ വാ, നീ കൃപാസനത്തിലേക്ക് വാ, മാതാവാണ്, ഞാനല്ല നിന്നെ വിളിക്കണേ, മാതാവാണ് വിളിക്കണേന്ന് പറഞ്ഞു. അപ്പോൾ ഇവൾ എന്നോട് പറഞ്ഞു, ചേച്ചി ഞാനിപ്പോൾ വരുന്നില്ല, ഈ ബാഗിൽ എൻ്റെ കുറേ സാധനങ്ങളുണ്ട്. ഞാൻ എന്താണെന്ന് ചോദിച്ചു. ഇത് മുസ്ലിം പള്ളിയിൽ നിന്ന് എനിക്ക് ഓതി കിട്ടിയ സാധനങ്ങളാണെന്ന് പറഞ്ഞു. കുറേ ചരടുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഇത് കൊണ്ടുപോയി കളഞ്ഞിട്ട് വേണമെങ്കിൽ ഞാൻ ചേച്ചിയുടെ കൂടെ വരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് പറ്റില്ല, നീ ഇന്ന് തന്നെ എൻ്റെ കൂടെ വരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവൾ പറഞ്ഞു, ഞാൻ വരില്ല എന്ന് പറഞ്ഞു. പിന്നെ നീ എങ്ങടെ പോകണമെന്ന് ചോദിച്ചു. എൻ്റെ ഭർത്താവിൻ്റെ പേരിൽ ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്, ആ കേസ് കൊടുക്കുന്നതിന് വേണ്ടി പോകണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കേസ് കൊടുക്കാൻ പിന്നെ ആവട്ടെ, നീ മാതാവിൻ്റെ അടുക്കിലേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ ഇവള് ഒരുപാട് നേരം തർക്കിച്ച് നിന്ന് കഴിഞ്ഞപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഇവള് കരയൊക്കെ ചെയ്തു. പിന്നെ അപ്പം എന്നോട് ചോദിച്ചു, ചേച്ചി ഞാനിതും കൊണ്ട് ഇവിടെ മാതാവിൻ്റെ അടുക്ക് വരുന്നത് ശരിയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നീ ഒന്നും പേടിക്കണ്ട, അതൊക്കെ വെറുതെയാണ്, നീ ആ ബാഗും കൊണ്ടുകൊണ്ട് വരാൻ പറഞ്ഞു. ഇവള് ജപിച്ച ചരടും ബാഗും ഒക്കെ ആയിട്ട് ഇവിടെ വന്ന് മാതാവിൻ്റെ അടുക്കുന്ന് പ്രാർത്ഥിച്ചു. അന്ന് തുടങ്ങി അവൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കും. മാതാവിൻ്റെ കുമ്പസാരവും ജപമാലയും ഒക്കെ ചെല്ലുന്നുണ്ട്. ഇത് ഞാൻ ഒരു സഹോദരിക്ക് കൊടുത്ത ഒരു ഇതാണ്. പിന്നെ ഒരുപാട് പേരെ ഞാൻ ഇതിലേക്ക് വിളിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ കാരുണ്യപ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട്, പാവപ്പെട്ടവരെ സഹായിക്കാറുണ്ട്. ജപമാലറാണി ആവേ 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 മരിയ.